ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന +2 പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് മിസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ പാർട്ട് 1 വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. എസ്എ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബാക്കി ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എസ്എ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും ആ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതോട് കൂടിയിട്ട്, അതായത് എസ്എ ക്വസ്റ്റ്യൻ പഠിക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വേറെ ചെറിയ മാർക്കിനൊക്കെ ആ ഒരു ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എളുപ്പത്തിൽ എഴുതാനായിട്ട് സാധിക്കും. എസ്എ ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എസ്എ ക്വസ്റ്റ്യൻസ് അല്ലാതെ ബാക്കി ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ മിസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ നോട്ട്സ് അവൈലബിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള നോട്ട്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മിസ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ്. ഈ ഒരു നോട്ട്സ് മാത്രം മതി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് A+ എത്താനായിട്ട്. അപ്പോൾ അത് വേണ്ടവർ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ. വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ മിസ് അത് അവിടെ അയച്ചു തരാം. പിന്നെ വരുന്ന സംശയങ്ങളൊക്കെ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ചെറിയൊരു ഫീസ് വരുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അല്ലാത്തവർ ടെക്സ്റ്റ് നോക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ചാപ്റ്റർ 1 ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നുള്ള പാഠഭാഗമാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് തന്നെ ഉറപ്പിക്കാം. ഓക്കെ, 3 മാർക്ക് ആണെങ്കിൽ 3 മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫാക്ടേഴ്സ് ഡെവലപ്ഡ് ഇൻ ടു ദ ആക്സഷൻ ഓഫ് ഹൈദരാബാദ് ആൻഡ് മെർജിംഗ് ഓഫ് മണിപ്പൂർ ഇൻ ടു ഇന്ത്യൻ യൂണിയൻ. ഹൈദരാബാദിന്റെ പ്രവേശനത്തെയും മണിപ്പൂരിന്റെ ലയനത്തിനും സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ എളുപ്പമാണ്. കഥ പോലെ നിങ്ങൾക്ക് പഠിച്ചെഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇയേഴ്സ് ഒക്കെ എഴുതണം കേട്ടോ. എന്നാണ് കറക്റ്റ് ഇയർ എഴുതണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ 2 ആണ്, ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡോമിനൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻ. ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആധിപത്യത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അത് പോയിന്റ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഡിഫൈൻ ചെയ്യുക എന്താണ് എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദ ജനറൽ ഇലക്ഷൻ ഓഫ് 1952 ഇൻ ഇന്ത്യ വേർ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഡെമോക്രസി ഓൾ ഓവർ ദ വേൾഡ്. അതായത് 1952 ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയത് എങ്ങനെയാണ്. ഓക്കെ, അതും വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. അതായത് ഇന്ത്യ പോലുള്ള ഇത്രയും ഡൈവേഴ്സ്, അതുപോലെ തന്നെ ഇത്രയും സൈസ് ഉള്ള ഒരു കൺട്രിയിൽ ആദ്യമായിട്ടാണ് എന്ത് നടപ്പാക്കുന്നത്? ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഡെമോക്രസി, അതായത് ജനാധിപത്യം, വോട്ടിംഗ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ബാക്കിയുള്ള ലോകത്തെ സ്വാധീനിച്ചത് എന്നുള്ളതാണ്. അതെങ്ങനെ ഒരു ഹോൾമാർക്കായി മാറി ഹിസ്റ്ററിയിൽ. അപ്പോൾ ആ കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ നോക്കാം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ചാപ്റ്റർ 3 പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്, ആസൂത്രിത വികസനത്തിന്റെ രാഷ്ട്രീയം. കുറച്ചും കൂടെ എക്കണോമിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇത് പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എക്കണോമിക്സിലെ കുറച്ച് കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ കമ്പാരിസൺ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്താണ് എന്നുള്ളതും അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റ് അതും കൂടെ എഴുതണം. ഓക്കെ, അതിന്റെ പ്രത്യാഘാതങ്ങൾ, നല്ല വശമുണ്ട്, അതിന്റെ ദോഷവശങ്ങളും ഉണ്ട്, അത് എഴുതണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് ബിഫോർ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. വൈ ഡിഡ് ഇന്ത്യ അഡോപ്റ്റഡ് മിക്സ്ഡ് എക്കണോമി. അതായത് സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്ന വികസന മാതൃകകൾ ഏതൊക്കെയാണ് എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത് എന്നുള്ളതും എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. അപ്പോൾ ചാപ്റ്റർ 4 ആണ്, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എന്ത്? നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ, മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഹ്റൂസ് ഫോറിൻ പോളിസി എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ മെയിൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇന്തോ ചൈന വാർ 1962, അതുപോലെ തന്നെ ഇന്തോ പാക് വാർ, 4 വാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബംഗ്ലാദേശ് വാർ 1971. അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ 5 ആണ്, ചാലഞ്ചസ് ടു ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം, കോൺഗ്രസ് വ്യവസ്ഥ, വെല്ലുവിളികളും പുനഃസ്ഥാപനവും. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എക്സാമിൻ ദ സർക്കംസ്റ്റാൻസസ് വിച്ച് ലെഡ് ടു ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് പാർട്ടി ഇൻ 1969. 1969 കോൺഗ്രസ് പാർട്ടിയെ പിളർപ്പിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോൺ കോൺഗ്രസിസം എന്താണ് എന്നുള്ളതും ഡിഫെക്ഷൻ, അതായത് കോൺഗ്രസ് ഇതരത്വവും കൂറുമാറ്റവും എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്
ക്വസ്റ്റ്യൻ 3 ആണ്, എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എലക്ഷൻ ഇൻ 1967. 1967 തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം വിശദീകരിക്കാനാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ മാസീവ് വിക്ടറി ഓഫ് ഇന്ദിരാഗാന്ധി ഇൻ ദ 1971 ഇലക്ഷൻ. 1971 തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ വൻ വിജയം വിശദീകരിക്കാനാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 6 നോക്കാം. ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രതിസന്ധി. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലെസൺസ് ടോട്ട് ബൈ ദ എമർജൻസി ടു അവർ ഡെമോക്രാറ്റിക് സിസ്റ്റം. അതായത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ അടിയന്തരാവസ്ഥ പഠിപ്പിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്, പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. നെക്സ്റ്റ്, റോൾ ഓഫ് ഗുജറാത്ത് ആൻഡ് ബീഹാർ മൂവ്മെന്റ് ഇൻ ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഗുജറാത്ത്, ബീഹാർ പ്രസ്ഥാനത്തിന്റെ പങ്ക് വിശദീകരിക്കാനാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 7 ആണ് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്. ഒരു സോഷ്യോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ് എന്താണ് എന്ന് എഴുതുക. അതുപോലെ നർമ്മദ ബച്ചാവ് ആന്തോളന്റെ ആവിർഭാവത്തിന്, എമർജൻസിന് കാരണമായിട്ടുള്ള സന്ദർഭം, സിറ്റുവേഷൻ എഴുതാനാണ് പറയുന്നത്. അതുപോലെ ചിപ്കോ മൂവ്മെന്റ്, ആന്റി അറാക്ക് മൂവ്മെന്റ്, ഇത്രയും മൂവ്മെന്റ്സ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ, അത് പഠിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ 8 ആണ് റീജിയണൽ ആസ്പിരേഷൻ, പ്രാദേശിക ഉത്കർഷേച്ഛകൾ. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ 3 അജിറ്റേഷൻസ് ദാറ്റ് DMK എസ്റ്റാബ്ലിഷ്ഡ് പ്രോമിനൻസ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടി. DMK രാഷ്ട്രീയത്തിൽ പ്രാധാന്യം നേടിയ 3 പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ 9 ആണ്. പുറത്തത്തെ വോയിസ് നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും അല്ലേ? നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് മിസ്സിനെ അറിയാം, പക്ഷേ വേറൊരു വഴിയില്ല. മിസ് ഇപ്പോൾ നാട്ടിലല്ല ഉള്ളത്, പുറത്താണുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാം പ്രമാണിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് അറിയുന്നത് കൊണ്ടാണ് മിസ് ഇങ്ങനെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലും നിങ്ങൾക്ക് വീഡിയോ വോയിസ് കൊടുത്ത് ചെയ്യുന്നത്. ഇന്നലെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു ഇത്. ഇന്നലെ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ മിസ് ഒന്ന് പുറത്ത് വന്നിരുന്ന് റെക്കോർഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. മിസ് എന്തായാലും കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഇയർഫോണൊക്കെ വെച്ച് കേൾക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്തായാലും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ വരും വീഡിയോയിൽ നമുക്ക് എന്തായാലും എല്ലാം ഉഷാറാക്കി കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും മിസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്റർ 9 നോക്കാം. റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാലിക വികാസങ്ങൾ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ കോൺസെൻസസ് ഓൺ മെനി ക്രൂഷ്യൽ ഇഷ്യൂസ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ എമംഗ് മോസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ടുഡേ. അതായത് ഇന്ന് മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന പല നിർണായക വിഷയങ്ങളിലും സമവായം എഴുതുക. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ, ക്രൂഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ പാർട്ടികൾക്കിടയിൽ, ഡിഫറെൻറ്റ് പാർട്ടികൾക്കിടയിൽ എന്താണ്, അതിന് ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ അല്ലാതെ ഒരേപോലെ വ്യൂ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് അതിലെന്താണ്, പാർട്ടികൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെയുള്ള വ്യൂ ആണ്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പാക്ട് ഓഫ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് അതർ ബാക്ക്വേർഡ് ക്ലാസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സ്വാധീനം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 10 നോക്കാം. കോൾഡ് വാർ ഇറ. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 11 ആണ് ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി, ഇരുധ്രുവ ലോകത്തിന്റെ അന്ത്യം. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. കോൾഡ് വാർ എന്താന്ന് പറഞ്ഞു. കോൾഡ് വാറിൽ എന്താണ്, എന്തുണ്ടാവാണ്, 2 ശക്തികളാണ്. ആരൊക്കെയാണ്? USA-യും USSR-ഉം. അപ്പോൾ അതിൽ ആരാണ് തകരുന്നത്? USSR. അതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഷോക്ക് തെറാപ്പി എന്താണെന്നുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ ഗോർബച്ചേവിൻ്റെ റിഫോംസ്, അത് നമ്മൾ essay ക്വസ്റ്റ്യൻ പഠിക്കുന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. കാരണം essay ക്വസ്റ്റ്യനിൽ എന്ത് വരുന്നുണ്ട്? ഗോർബച്ചേവ് റിഫോംസ് വരുന്നുണ്ട് അല്ലേ? അതൊരു കാരണമാണ് എന്ത് തകരാനായിട്ടുള്ള, USSR തകരാനായിട്ട് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. അങ്ങനെ 2 എണ്ണത്തിൽ ഒരാൾ തകർന്നു, ആരാ? USSR. അപ്പോൾ ആരാണ് പിന്നെ അവിടെ ആധിപത്യം സ്ഥാപിച്ചത്? US അല്ലേ? അപ്പോൾ അമേരിക്കൻ ആധിപത്യം ലോകരാഷ്ട്രീയത്തിൽ. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ചാപ്റ്റർ 12. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. Clinton government tended to focus on soft issues rather than on hard politics based on the statement analyzed Bill Clinton's foreign policy approach. ക്ലിന്റൺ ഗവൺമെന്റ് കടുത്ത രാഷ്ട്രീയത്തെക്കാൾ മൃദുവായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രസ്താവനയെ അടിസ്ഥാനമാക്കി ബിൽ ക്ലിന്റന്റെ വിദേശ നയ സമീപനം വിശകലനം ചെയ്യാനാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 9/11 ഇൻസിഡന്റ് എന്താണ് എന്നുള്ളത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 13 ആണ് ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ, അധികാരത്തിന്റെ ബദൽ കേന്ദ്രങ്ങൾ. അതിൽ ആസിയാന്റെ 3 പില്ലേഴ്സും മെയിൻ ഒബ്ജക്റ്റീവ്സും മെയിനായിട്ട് നിങ്ങൾ വിടാതെ പഠിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂറോപ്യൻ യൂണിയൻ ഒരു ദേശീയ രാഷ്ട്രമായി കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങി, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കാരണം എന്താണ് എന്നുള്ളതും. അതായത് യൂറോപ്യൻ യൂണിയൻ ഹാസ് സ്റ്റാർട്ടഡ് ടു ആക്ട് മോർ ആസ് എ നേഷൻ സ്റ്റേറ്റ്. ഡു യു എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ഇല്ലാന്നും പറയാം. പക്ഷേ എന്താണ്,
കൂടുതൽ ഓപ്റ്റ് ആയിട്ടുള്ളത് യെസ് ആണ് അല്ലേ. അപ്പോൾ അതിനുള്ള റീസൺസും കൊടുക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ 14 ആണ് കണ്ടംപററി സൗത്ത് ഏഷ്യ, സമകാലിക ദക്ഷിണേന്ത്യ. അവിടെ മെയിനായിട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നിരവധി വിഷയങ്ങളിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഡിഫറൻസസ് എഴുതുക. ഓക്കെ, കോൺഫ്ലിക്റ്റ്. അടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ്. ഈ ഒരു ചാപ്റ്റർ എന്താണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി മറ്റേ ചാപ്റ്ററിലുള്ള കാര്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏത് ചാപ്റ്റർ? 4th ചാപ്റ്ററിലുള്ള കാര്യം, ഇന്ത്യ പാക് വാർ നമ്മൾ പറയുന്നത്. അതും ഇവിടെ നിങ്ങൾക്ക് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എഴുതുക, ഒരു ക്വസ്റ്റ്യനും വിടരുത് നിങ്ങൾ കേട്ടോ. എന്നാലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 15 നോക്കാം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, അന്തർദേശീയ സംഘടനകൾ. അതിൽ മെയിനായിട്ട് സുരക്ഷാ കൗൺസിലിൽ അംഗത്വത്തിനായി ഇന്ത്യയുടെ ശക്തിയും ബലഹീനതയും എഴുതാനാണ്. ഇന്ത്യ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഫോർ ദ മെമ്പർഷിപ്പ് ഇൻ സെക്യൂരിറ്റി കൗൺസിൽ. ഓക്കെ, അടുത്തത് 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഏതൊക്കെയാണ്? 6 പ്രധാന അവയവങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളതും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടത്. നന്നായിട്ട് പഠിക്കാൻ, നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ മറ്റു വീഡിയോ കാണാത്തവരാണെങ്കിൽ പാർട്ട് 1 കൂടെ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്താം. നാളത്തെ എക്സാം നന്നായിട്ട് എഴുതുക. ഓക്കെ, നോട്ട്സ് വേണ്ടവർ ഈ ഒരു നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ. A+ എന്തായാലും ഷുവറാണ്. ഈ നോട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിട്ട് നാളെ എഴുതാനായിട്ട് സാധിക്കട്ടെ. എന്തായാലും മിസ് വീഡിയോ ഇവിടെ നിർത്താണ്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.